കുഞ്ഞുങ്ങളുടെ ശ്വാസകോശത്തിൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവർ വായിലിടുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ ശ്വാസകോശത്തിൽ കുടുങ്ങിയിട്ട് ശ്വാസമുട്ടൽ അനുഭവപ്പെടാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു കുഞ്ഞാണെന്ന് സങ്കല്പിക്കുക. അപ്പം കുഞ്ഞിന് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ശ്വാസകോശത്തിൽ കുടുങ്ങിക്കിടക്കുക, ശ്വാസനാളിയിൽ ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒത്തിരി ചുമയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കൊടുത്ത് നമ്മൾ ചുമയ്ക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ചുമയ്ക്കാൻ സാധിക്കുന്നില്ല, മിണ്ടാൻ സാധിക്കുന്നില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുങ്ങിയ സാധനം ശ്വാസനാളിയിൽ കുടുങ്ങി മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ മിണ്ടുന്നില്ല, അനക്കമില്ലാതെ കിടക്കുന്നു, ചുമയ്ക്കുന്നില്ല, തീരെ അവശതയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശ്വാസനാളിയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ തലഭാഗം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. തലഭാഗം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കുഞ്ഞിനെ കമഴ്ത്തി നമ്മുടെ മടിയിൽ കിടത്തണം. കമഴ്ത്തി കിടത്തിയതിന് ശേഷം തല കുറച്ച് താഴ്ന്നിരിക്കണം കേട്ടോ. അപ്പോൾ തലഭാഗം താഴേക്ക് വെച്ചിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ തോളിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് ശക്തിയായിട്ട് 5 തവണ തട്ടണം. തട്ടുമ്പോൾ ഇങ്ങനെ തട്ടണം. 1, 2, 3, 4, 5. അതിനുശേഷം നമ്മൾ കുഞ്ഞിൻ്റെ വായിൽ പതുക്കെ ഒന്ന് നോക്കുക, ഭക്ഷണപദാർത്ഥം വായിലേക്ക് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ കൂടി ഇങ്ങനെ ചെയ്യാം. 1, 2, 3, 4, 5. നമ്മൾ തട്ടുമ്പോൾ മുമ്പോട്ട് വേണം തട്ടാൻ. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ പലപ്പോഴും ഈ ഭക്ഷണം തെറിച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല അങ്ങനെ ആയിട്ടില്ലെങ്കിൽ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ മലത്തി കിടത്തുക, തലഭാഗം താഴ്ന്നിരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിരൽ കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെ നടുഭാഗത്ത് 2 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ ഞെക്കി കൊടുക്കുക. ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ പലപ്പോഴും ഈ ഭക്ഷണ പദാർത്ഥം തെറിച്ച് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾ, തീരെ കുഞ്ഞുങ്ങൾ, അതായത് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തൊണ്ടയിലോ ശ്വാസനാളിയിലോ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അതായത് കുഞ്ഞിനെ കമഴ്ത്തി പിടിച്ച് തലഭാഗം താഴ്ത്തി പിടിച്ച് അതിന് ശേഷം തോളിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് 5 തവണ കൊടുക്കുക. അതല്ലെങ്കിൽ മലത്തി പിടിച്ചിട്ട് നെഞ്ചിൽ അമർത്തുക.